ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചിക്കൻ ഇങ്ങനെ വരട്ടിയിട്ടുള്ള ഒരു വെപ്പാണ് വെക്കാൻ പോണത്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു നാടൻ ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റാണ്. ചിക്കൻ കറിയല്ല, ഇതൊരു വരട്ടിയെടുക്കുന്ന സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യണേ. അപ്പോൾ ഈ ചിക്കൻ കറി ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് ഇതേപോലെ വെക്കുള്ളൂ. അത്രയും ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ മസാലകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം വെളിച്ചെണ്ണയിൽ വെച്ചിട്ട്. അപ്പോൾ കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കരയാമ്പൂവ്, പിന്നെ പട്ട, പിന്നെ ഒരു 2-3 ഉണക്കമുളകാണ് എടുത്തേക്കുന്നത്. മുളക് നമ്മുടെ എരിവ് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉണക്കമുളക് ഒന്ന് ചൂടാക്കി എടുക്കാം, കാരണം എല്ലാത്തിനെയും കൂടെ ഇട്ടാൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി നിറം മാറി വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. അപ്പോൾ ഉണക്കമുളക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ അടുത്ത മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് നല്ല ഉണന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു നല്ല മണം വരും, അതുവരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ പട്ടയുടെയും ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ ഈ പെരിഞ്ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ ഇത് കരിയാണ്ട് നോക്കണം. ആ ഒരു നല്ല മണം വരുന്ന വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ചെറുതായിട്ടൊന്ന് കളറ് മാറണത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഒരു 5-6 ചുവന്നുള്ളി ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പം അധികം വാടാനൊന്നും നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നാലാണ് ആ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മസാലയിൽ ചേർത്ത് അരയ്ക്കേണ്ടതാണത്. നമ്മൾ 1/2 കിലോ ചിക്കനാണ് വെക്കാൻ പോണത്. അപ്പോൾ 1/2 കിലോ ചിക്കന് ഇതേ അളവ് എടുത്താൽ മതി എല്ലാതും. ഉള്ളി ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് മല്ലിപ്പൊടിയുടെ ആ പച്ചമണം മാറണ വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ശരിക്കും ആ കളറൊന്ന് ചേഞ്ച് ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല ഒരു സ്മെല്ല് വരും, അതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം ആ ചിക്കനാ നല്ല കളറും അതുപോലെ നല്ല ഒരു ടേസ്റ്റും വരുള്ളൂ. വരട്ടിയെടുക്കുമ്പോഴൊക്കെ മല്ലിപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ നല്ലോണം മൂപ്പിച്ചെടുത്താലാണ് കറക്റ്റായിട്ട് ആ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ. ഇപ്പം മല്ലിപ്പൊടി കറക്റ്റായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി മസാലകളൊക്കെ കൂടി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ എന്നിട്ട് ഇതിപ്പോൾ ഒരു 75 ഗ്രാം തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലോണം ഇത് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെള്ളം ചേർക്കണമെന്നില്ല, തൈരുള്ള കാരണം ആ ഇതിൽ തന്നെ അരച്ച് എടുക്കാം. നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ ചിക്കൻ കഴുകി വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ, നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതാണ്. ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറൊക്കെ മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കനിലേക്ക് ഈ മസാലയൊക്കെ നല്ലോണം പിടിക്കും. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കാം. നമ്മളിതിലേക്ക് ഒരു വലിയ സബോള, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വേപ്പിലയാണ് എടുത്തേക്കണം. ഒക്കെ നമ്മൾ ചെറുതാക്കി എരിഞ്ഞേക്കാണ് കേട്ടോ. ഇനി ഈ പാനിലാണ് നമ്മൾ ചിക്കൻ വെക്കാൻ പോണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനത്തെ നാടൻ വെപ്പൊക്കെ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കായിരിക്കും കൂടുതൽ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും വേപ്പിലയും അതുപോലെ തന്നെ സബോളയും തക്കാളിയും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വാട്ടിയെടുക്കണമെന്നില്ല, എല്ലാം അതും കൂടി ഒരുമിച്ച് ചേർത്ത് നമുക്ക് ഒരുമിച്ച് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു ഗോൾഡൻ കളറാവണ വരെ നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം ആ ഒരു ടേസ്റ്റ് വരുള്ളൂ നമ്മളിത് വരട്ടിയെടുക്കുമ്പോൾ.
ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കണ ആ ചിക്കൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കാം. ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിലുള്ള മൊത്തം മസാല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ആ മസാലയായിട്ട് ചിക്കനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മറ്റേ മസാലയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ വെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നില്ല. ഇനി ഇത് വെന്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം അതിൽ നിന്ന് വരും, ചിക്കനിൽ നിന്ന് തന്നെ. നമുക്കത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. കണ്ടോ, ഇപ്പം നല്ലോണം വെള്ളമായിട്ടുണ്ട്. ആ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വറ്റണ വരെ ഇത് വേവിച്ചെടുക്കണം. ഇനി നമ്മളിത് സിമ്മിലിട്ടാൽ മതി. എന്നിട്ട് ഇത് ഇനി തുറന്ന് വെച്ചിട്ട് തന്നെ വേവിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇനി ഉപ്പൊക്കെ പാകമാണോ എന്ന് നമുക്ക് നോക്കി നോക്കാം. ഇനി വെള്ളം വറ്റണ വരെ നമുക്ക് സിമ്മിലിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത്രയും വെള്ളം വറ്റി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നമുക്ക് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഒന്നും കൂടിയും വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടിയും ഇങ്ങനെ വരട്ടിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പാകം കിട്ടി. ഇപ്പോൾ ദേ നമ്മുടെ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഒരു എന്താ പറയുക, വല്ലാണ്ട് ഡ്രൈ അല്ല, എന്നാൽ ആവശ്യത്തിനുള്ള ഒരു ഗ്രേവി ഉള്ള ടൈപ്പ് വേണം. ഇനിയിപ്പോൾ അവസാനം നമ്മൾ കുറച്ച് വേപ്പിലയും കൂടിയും ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ വേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു മണവും നല്ല ഒരു പ്രത്യേക ഫ്ലേവറായിരിക്കും. അപ്പോൾ നമ്മുടെ വരട്ടിയെടുത്ത നല്ല ഒരു സൂപ്പർ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അത്. എന്താ പറയുക, നാടൻ സ്റ്റൈലിൽ ചിക്കൻ വരട്ടിയെടുക്കാമെന്ന് പറയും ഇതിന്. നമുക്ക് ഓരോ ഫങ്ഷനും അതേപോലെ തന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികളൊക്കെ ഉണ്ടാവും, നമുക്ക് ഇതേപോലെ വെച്ചാൽ വളരെ നന്നായിരിക്കും. ഏകദേശം ഒരു ചിക്കൻ റോസ്റ്റൊക്കെ പോലെ ഒരു ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെന്താ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.